സുപ്രഭാതഭിവന്ദനം ജാതികാസുരനെ കൊല്ല ശൂലമെന്നിയ ഭീയതി സ്വരൂപനി ചാമുണ്ഡേരി സുപ്രഭാതഭിവന്ദനം ദുഷ്ടർക്കു യുദ്ധനന്ദീരൻ രക്ഷിക്കാമുഖജനങ്ങളെ കാവായേ പ്രഭാതഭിവന്ദനം സർവദുഃഖഹരേ ദേവി സർവസൗഖ്യപ്രദായിനി നന്മയേ ജനീതായേ സുപ്രഭാതഭിവന്ദനം എനിക്ക് പുലർത്തിനും എന്നും നീ രക്ഷ നൽകണേ ചന്ദ്രചൂടസ്ഥേ പ്രഭാതഭിവന്ദനം സർവത്വ ശാന്തിയുണ്ടാകാൻ സർവൈശ്വര്യങ്ങൾ കൈവരാൻ പ്രാർത്ഥിപ്പൂ ദേവസമ്പൂജ്യേ സുപ്രഭാതഭിവന്ദനം കാളികാളി മഹാകാളി കാലാളി ഭാഗനേ പാഹി പാഹി സദാദേവി സുപ്രഭാതഭിവന്ദനം. പ്രിയ ഗുരുജനങ്ങളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ശ്രീ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു വിളക്ക് കാണാം, തട്ടുവിളക്ക്. ആ തട്ടുവിളക്ക് കൂടി ഞാൻ ശ്രീകോവിലേക്ക് നോക്കി. അതീവ സുന്ദരൻ തന്നെ. ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ പിത്തള കൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു കവാടം കാണാം. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉൾക്കാഴ്ച കാണാം. പിന്നെ ക്ഷേത്രത്തിലെ മേൽശാന്തി അവിടെ കുട്ടികളെ അരിയിൽ ഏതിപ്പിക്കുവാൻ പോകുകയാണ്. ആ കാഴ്ചയും കാണാം. അദ്ദേഹത്തിനടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും അതുപോലെ കുറച്ച് കുശലങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതീവ സുന്ദരൻ തന്നെ. പിത്തള കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പടി കാണാൻ നല്ല ഭംഗിയുണ്ട്. അതീവ സുന്ദരൻ തന്നെ. ആ കാഴ്ചയും കണ്ടു ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചു. ശ്രീകോവിലിൻ്റെ നട തുറന്നിരിക്കുകയാണ്. കുറച്ചു സമയം ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ നിന്നു. ആ കാഴ്ചയും കണ്ടു ഞാൻ മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരു വലിയൊരു ബോർഡിൽ ദേവിയുടെ മന്ത്രം എഴുതി വച്ചിരിക്കുന്നത് കാണാം. സർവമംഗളമംഗല്യേ ശിവേ സർവാത്ര സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന മന്ത്രം ക്ഷേത്രത്തിൻ്റെ മുകളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഞാൻ ഇനി മേൽശാന്തിയുടെ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കണം. എന്നാലേ അതൊരു ശീലമാവും. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭം പ്രധാനം. നല്ലപോലെ മനസ്സോട്ട് പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളെ കഴുകാനുള്ള പ്രതിബന്ധം ആയിക്കോട്ടെ, നല്ല കാര്യം. വിരല് 5 വിരലും കൂട്ടി പിടിച്ചു കേട്ടോ. ഇന്ന വിരല് കണക്കാക്കിയത് വീട്ടിൽ പോകണമെന്നില്ല കേട്ടോ. 5 വിരലും കൂട്ടി പിടിച്ച് ആ ഇതിൽ കരി കരി ഇനി കരി ഇനി ശ്രീ ശ്രീ ക്ഷമയില്ല ശ്രീ അവരെ പ്രായമല്ലേ ശ്രീ ഇനി വേഗം ക്ഷമയില്ലാന്ന് മനസ്സിലായി. പെട്ടെന്ന് നിങ്ങളെ ഇത് എഴുതി കഴിഞ്ഞാല്
നമുക്ക് വീട്ടിലേക്ക് പോട്ടോ. ബന്ധപ്പെടാതില്ല. ഇനി പാ പാ നോക്കുന്നില്ല. ഇനി താ താ താ. ആ അങ്ങനെ തന്നെ ഇനി ഏ ഒരു ചുവച്ച് കൂലിയിട്ട് യ ഗണപതയേ. ഇനി നാ നാ നാ. ഇനി മ മാന്ന് എഴുതിയാൽ അതിൻ്റെ ഇപ്പുറത്തെ മേലെ താഴെ ഓരോ കുത്തുണ്ട്. വിസർഗം. മ. ഇനി ആ കല്ലിയൊന്ന് അടക്കിയത് ഇത് കയ്യിൽ ഒറ്റ വരിയിൽ എഴുതണേ. അത് മഹാവിഷ്ണുവിനാണോ? കരിയിൽ അപ്പോൾ ഒരു വരിയിൽ എഴുതണം. അത് കുറച്ച് എഴുതായി ഇനി അതാണ് വിദ്യാരംഭം തുടങ്ങുന്നത്. മറ്റതൊക്കെ ദേവീദേവന്മാരെ വന്നിട്ടുണ്ടാണ്. കരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, ശ്രീ ഭഗവതി, ഗണപതി നമസ്കരിക്കുന്നു. വീണ്ടും കരിയിലെഴുതിയില്ലേ ഒറ്റ വരിയിൽ അതാണ് വിദ്യാരംഭം തുടങ്ങുന്ന കഴിഞ്ഞിട്ടോ. ഇനി ഇതുപോലൊക്കെ വീട്ടിൽ നിന്ന് എഴുതിക്കുക. ഇന്നും നാളെയും മറ്റന്നാളും 4ാമത്തെ ദിവസം ഈ അരി കൊണ്ട് പായസം വെച്ച് കുഞ്ഞുമോൾക്ക് ആദ്യം കൊടുക്കുക. എല്ലാവർക്കും കഴിക്കാം. കൂടുതൽ പായസം വേണമെങ്കിൽ ഉണക്കലരി വാങ്ങി ചേർക്കാം കേട്ടോ. പുഴുങ്ങലരി പാടില്ല, പച്ചരി നമ്മൾ വാങ്ങി. ഇനി ഇങ്ങോട്ട് എഴുതാനൊക്കെ കുസൃതി പോളാണ്. മനസ്സിലായി. ഒരല്പം ധന്യത്വം കാണിക്കുന്ന ആളാണെന്ന് തോന്നല്ലോ. വാ വാ. മോളെ പേരെന്നാ? നല്ല വാച്ചൊക്കെ ഉണ്ടല്ലോ. ഈ പഴം നിങ്ങളെടുത്ത് വേണ്ടത് നിങ്ങളെടുത്തുള്ള മോതിരം അല്ലെങ്കിൽ സ്വർണ്ണ സാധനം എന്തായാലും കുഴപ്പമില്ല. കഴുകി വൃത്തിയാക്കിയിട്ട് തേച്ച് നോക്കി 4 കഴിഞ്ഞിട്ട് അവർക്ക് മൊത്തം തയ്ച്ചു കേട്ടോ. അവിടെ വാട്ടർ സൗകര്യമൊക്കെ ഉണ്ട്. ഈ ക്രമത നിങ്ങൾക്ക് എല്ലാവർക്കും സേവിക്കാം. ഇങ്ങനെ ആദ്യം കൊടുക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് സേവിക്കാം. പിന്നെ ഒരു 4 ദിവസം മത്സ്യമാംസങ്ങൾ പാടില്ല കേട്ടോ. അത് ഒഴിവാക്കാം. അതൊരു കഠിന വ്രതം തന്നെ. ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ പാടില്ല കേട്ടോ. ശരി, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. നല്ല മുണ്ടൊക്കെ വാക്കിയിട്ടുണ്ടല്ലോ. നല്ലോണം നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. കരി കരി ശ്രീ ആ ശ്രീയാണ്. അത് ഇപ്പോഴത്തെ അച്ചടിക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കില്ല. ഒറ്റ ഒന്ന് അതാണ് തുഞ്ചത്താചാര്യ ചിട്ടപ്പെടുത്തി വന്ന ശ്രീ. അതന്നെ ശ്രീ. ഇനി ഗ ന പ ത യേ ന മ എന്ന് പറയുമ്പോൾ മാ കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ മേലെ തടി ഒരു വിസർഗം എന്നതിന് പറയാം. ഇനി ആ തടിക്കൊന്ന് എനിക്ക് അരിയൊന്ന് ലെവലാക്കാൻ വേണ്ടി കരിയിൽ ഒറ്റ വരിയിലുണ്ട്. അത് മഹാവിഷ്ണുവിൻ്റെ നാമം. കപ്പനാഭസ്വാമി, ഗുരുവായൂരപ്പനും തിരുപ്പതി ദേവനൊക്കെ അവിടെ വരും. കേട്ടോ. ഇതുപോലൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചോളൂ. ഇന്നും നാളെ മറ്റന്നാളും കേട്ടോ. ഇനി 4ാമത്തെ ദിവസം ഈ അരി കൊണ്ട് പായസം വെച്ച് കുഞ്ഞുമോനെ ആദ്യം വളർത്തി കൊടുക്കുക. പിന്നെ എല്ലാവർക്കും കഴിക്കാം. കൂടുതൽ പായസം കൂടുതൽ വേണമെങ്കിൽ ഉണക്കലരി വാങ്ങി ചേർക്കാം കേട്ടോ. വാ അല്ല കുഞ്ഞുമോൻ്റെ പേര് അത്ര അക്ഷരങ്ങളൊന്നുമല്ലോ. അതിന് വേണ്ടി ഞങ്ങൾക്ക് ചോദിക്കണം കേട്ടോ. ഇവിടെ വർത്തമാനം അറിയിക്കണം. ശരി ശരി. ഇതാ നിങ്ങളുടെ ഉള്ള മോതിരം അല്ലെങ്കിൽ സ്വർണ്ണ സാധനം എന്തായാലും കുഴപ്പമില്ല.
കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ മുക്കി നാവിന് കഴുകിയിട്ട് പുറത്തുനിന്ന് എടുക്കാം. അവിടെ വാട്ടർ ടൈപ്പ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ക്രമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യിക്കാം. കുഞ്ഞിനാദ്യം കേട്ടോ. 4 ദിവസം നിർത്തിവാങ്ങുമ്പോഴൊന്നും പാടില്ല. നമസ്തേ. അപ്പൊ ഇതുവരെയുള്ളതൊന്നും ആയില്ല. അല്ല ഫസ്റ്റത്തതാന്ന് പറഞ്ഞത്. നമസ്തേ. നമസ്തേ. എന്താ പേര് അങ്ങോട്ട്? എന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ. ഇവിടുത്തെ മേൽശാന്തി അല്ലേ? ഇവിടുത്തെ മേൽശാന്തി. എത്ര വർഷമായി നിങ്ങൾ ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു? വ്യക്തിപരമായിട്ട് ഞാൻ, കാരണം ഞങ്ങളുടെ പരമ്പരയായിട്ട് ഈ ക്ഷേത്രത്തോളം പഴക്കമുള്ളവരാണ്. ഏതാ ഇല്ലം? മുക്കഴിയില്ല. എവിടെയാ വരത്? കടന്നപ്പള്ളി, ചിത്തന്നൂര്. കടന്നപ്പള്ളി അങ്ങോട്ട് അല്ലേ? കടന്നപ്പള്ളിയാണ്. പിന്നെ കൂലത്ത് താമസമായിരുന്നു ആദ്യകാലത്ത് അല്ലേ? അവിടെ ഒരു അന്തർജനം കൂലത്തെ തേവാരം കഴിച്ചുകൊണ്ട് ഇവിടെ കൂടിയതാണ്. അങ്ങനെ. അതിന്റെ ഇടക്ക് ഇവിടെ ഭദ്രകാളിക്ക് ഒരു പ്രതിഷ്ഠ, ഇത് ഒരു വിടപ്രതിഷ്ഠ മാത്രം ഉള്ളൊരു കാലഘട്ടം. ആ ചെറുക്കക്കൂലത്ത് ഒരു കിട്ടിയിലെ വെള്ളവും ചന്ദനവും തീർത്ഥവും പ്രസാദവും ഇവിടെ വന്ന് നെയ്തും കഴിച്ചു പോകും. ഒരു നറുക്കൽ കഴിക്കും. ഇങ്ങനെയാണ് പതിവ്. ആദ്യകാലം മുതലേ ഇവിടെ തന്നെയായിരുന്നു ഫസ്റ്റ്? അങ്ങ് അതെ. ഉപനയനൊക്കെ ഇവിടുന്ന് ഇല്ലത്തായിരുന്നു അല്ലേ? ഞാനിവിടെ അങ്ങനെയല്ല, ഫസ്റ്റ് തന്നെ ഞാനിവിടെ 32 കൊല്ലമായിട്ട് എന്റെ പേരിൽ ശാന്തി വന്നിട്ട്. പക്ഷെ ഞാൻ 1965 ഞങ്ങളുടെ ശാന്തിക്കാരനായി ആയിരുന്നു അല്ലേ? ഇവിടെ തന്നെയായിരുന്നു. അതിന് മുമ്പിട്ട് വേറെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു? അതിനു മുമ്പേ പഠിക്കുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിൽ ശാന്തി കഴിച്ചുകൊണ്ടാണ് പഠിച്ചത്. എവിടെ? പെരളശ്ശേരി വടക്കമ്പാട് ഒരു ക്ഷേത്രം അല്ലേ? എന്താ മൂർത്തി അവിടെ? അവിടെ ഭദ്രകാളി അല്ലേ? അവിടെ രാവിലെ വൈകുന്നേരം അവിടെയാണ് പൂജ. അവിടെ പൂജ വെച്ചുകൊണ്ടാണ് സ്കൂളിൽ പഠിച്ചത്. അവിടെ ശക്തിപൂജ ആയിരിക്കില്ല? അതെ. ഞാനും ശക്തി ഉപാസനയാണ്. ഞാൻ കവള സമ്പ്രദായമാണ്. ഇവിടെ കവള സമ്പ്രദായം അല്ലേ? ഇവിടെ കുരുതിയൊക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ശ്രീകോവിലുള്ളിലെ അമ്മ സരസ്വതി അല്ലേ ഇരിക്കുന്നത്? സരസ്വതി, പിന്നെ മഹാലക്ഷ്മി, ദുർഗ 3 രൂപത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? അത് ഏതെല്ലാം ഭാവത്തിൽ ഏതെല്ലാം സമയത്താണ് വരുന്നത്? സരസ്വതി സങ്കല്പത്തിലാണ്. സരസ്വതി രാവിലെ അല്ലേ? പൂജ. അത് കഴിഞ്ഞ പിന്നെ ഉച്ചപൂജക്ക് മഹാലക്ഷ്മി പിന്നെ പൂജക്ക് ദുർഗ. അതങ്ങനെ വരാൻ കാരണം 2 തന്ത്രിമാരും മേശാന്തി ആണ് പൂജ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ. അപ്പോൾ ഈ 3 പേര് അന്യോന്യം അറിയാതെ ആവാഹിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ആള് സരസ്വതി സങ്കല്പത്തിൽ ആവാഹിച്ചു. ഉച്ചപൂജക്ക് പൂജാമന്ദിരത്തിലുള്ള ആവാഹനം മഹാലക്ഷ്മിയായിട്ട് മറ്റേയാൾ അങ്ങനെയും ചെയ്തു. മേശാന്തി അത്താഴ പൂജക്ക് ദുർഗയായിട്ട് ഇവിടുത്തെ അങ്ങനെ 3 ഭാവത്തിൽ വന്നുപോയി. അപ്പൊ ആ ഒരു സരസ്വതി സങ്കല്പം എന്നുള്ളതാണ് ഇപ്പോ മൂകാംബിക എന്നുള്ള എത്തിയിട്ടുള്ളത്. സരസ്വതി സങ്കല്പം ഉള്ളത് കൊണ്ട് ഇവിടെ വിദ്യാരംഭത്തിന് പ്രാധാന്യം വന്നു. ഉച്ചപൂജക്ക് മുമ്പേ വിദ്യാരംഭം കഴിയണം. കാരണം ഉച്ചപൂജക്ക് ഭാവം മാറി. ഇത് ഇവിടെ കൊല്ലൂര് മൂകാംബിക ഇതും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ചോറ്റാലിക്കരിക്ക് ഉള്ള യാത്രയിൽ, ഭഗവതി അമ്മയുടെ മൂകാംബികയുടെ യാത്രയിൽ ഇവിടെ ഒരു ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു സാന്നിധ്യം വന്നു. സംഭവം അങ്ങനെ രാവിലെ അല്ലേ? അതുകൊണ്ടാണ് ഉഷപൂജ ഇവിടെ അധികം വൈകാറില്ല. ഉഷപൂജക്ക് പ്രാധാന്യം കൂടുതലുണ്ട്. എത്ര മണിക്കാണ് നടവർക്ക് ഇവിടെ? നടവർക്കുന്ന എത്ര മണിക്കാണ്? രാവിലെ 4 മണിക്കായിരുന്നു. ഇപ്പത് കാരണം സൗകര്യങ്ങളും ജീവനക്കാർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു 5 മണി വരെ, 5 മണിക്ക് തുറക്കാനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തീരുമാനമായി പറഞ്ഞു. എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ 11 മണി വരെ. അതിനുശേഷം നട അടച്ചു. ഒക്കെ അടച്ചു. പിന്നെ അതിനുശേഷം എത്ര മണിക്ക് താമസം? എത്ര മണിക്ക് തുറക്കും? അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് തുറക്കും അല്ലേ? മുമ്പ് 4. ഇപ്പൊ അടുത്ത കാലത്ത് അതിപ്പോ തീരുമാനമായി തന്നെ പറയാനായി. പിന്നെ ദുർഗാദേവിക്ക് സങ്കല്പമുള്ള അവിടെ തന്നെയാ? കാളിയിലിട്ട? അല്ല, അവിടെ ഭദ്രകാളി സങ്കല്പം മാത്രമേ ഉള്ളൂ അല്ലേ?
അതും കഠിനമായിട്ടുള്ള ഭദ്രകാളി. ഭദ്രകാളിയാണ് സ്വരൂപിണിയായിട്ടാണ് അല്ലേ? സ്വരൂപിണിയായിട്ടുണ്ട്. ഓ അത് ഭയങ്കര കാളിമേ കുസുമപ്രഭാം നാം വേതാള കണ്ഠത്തിൽ ആ സ്തോത്രം ഞാനിപ്പോൾ ചെല്ലുന്നില്ല. കാരണം നിങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ എനിക്ക് അധികാരമില്ല. അയ്യോ അങ്ങനൊന്നുമില്ല. ഉണ്ട് കാരണം ഞാൻ അങ്ങോട്ട് എനിക്ക് ഉപദേശം തന്നത് എന്റെ മൂത്തവനാണ്. അതെനിക്ക് മാത്രം എന്റെ മക്കൾക്ക് വേണം കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ ഇല്ലത്തിലുള്ളവർക്ക് കൊടുക്കാം. പുറമെ ഒരാൾക്ക് ഉപദേശിക്കാൻ എനിക്ക് അധികാരമില്ല, അത് കിട്ടൂല. പിന്നെ ഇവിടെ ശ്രീചക്രം ഉണ്ടോ? ശ്രീചക്ര ഉപാസന ഇതിനുള്ളിലില്ല. പിന്നെ അങ്ങോട്ട് ഗുരുവാരം എന്റെ മൂത്ത സഹോദരൻ അദ്ദേഹം മരിച്ചു അല്ലേ? പൂജാതി കർമ്മങ്ങളിൽ അദ്ദേഹമാണ് ഏറ്റവും. അച്ഛൻ തിരുമേനിന്റെ നാമം എന്താ? എന്റെ അച്ഛന്റെ പേര് ഗണപതി നമ്പൂതിരി. ഇല്ല അവിടെ തന്നെയായിരുന്നു അല്ലേ? അതെ. അപ്പോൾ കാരണം എനിക്ക് 1.5 വയസ്സാകുമ്പോൾ അച്ഛൻ പോയി മരിച്ചു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ മൂത്ത സഹോദരനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. സകല ഈ പൂജാതി കർമ്മങ്ങളും ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തന്നത് ആ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൈയും പിടിച്ചിങ്ങോട്ട് വന്നു. ആദ്യം തന്നെ അങ്ങനെയാണ് കൈയും പിടിച്ചത്. കൈ പിടിച്ച് നേരെ കിഴക്കേ ഗോപുരത്തിൽ കൊണ്ടിറക്കിയപ്പോ തലയിൽ അരിയും ടോർച്ചും കൊണ്ട് കിട്ടിയത്. അത് കൽപ്പിൽ വെച്ചിട്ടാണ് വരുന്നത്. നേരെ കിഴക്കേ ഗോപുരം കടന്നുള്ളിലെത്തുമ്പോൾ ഇതാണ് നമ്മളെ അമ്പലം. കാരണം ഇത് നമ്മളെ അമ്പലമാണ്. അങ്ങനെയാ, ഇതാണ് നമ്മളെ അമ്പലം എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്തേക്കുള്ള ആദ്യത്തെ പ്രവേശനം. എത്ര വയസ്സായി ഇപ്പം? എനിക്ക് 77 കൃത്യം പറയാനില്ല, പറയേണ്ട ആവശ്യമില്ല. ഇത്രയും വിഷയം 1118 വൃശ്ചികം 3 അതിന്റെ ജനനം എന്നാണ്. അത്രേ പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്നാ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഇത്രയൊക്കെ ഉള്ളൂ. അല്ല, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ല, പ്രധാന കാര്യങ്ങളൊക്കെ അതുണ്ട്, പറയാൻ പറ്റുവാണെങ്കിൽ. അപ്പൊ ഇതൊക്കെ ഇപ്പോ റെക്കോർഡ് ആവുന്നുണ്ട്. അത് ശരി. ഞാൻ തിരിച്ച് അങ്ങോട്ട് വെച്ചപ്പോ എല്ലാം തീർന്നു. അല്ലല്ല, എല്ലാം റെക്കോർഡ് ആകുന്നുണ്ട്. പറഞ്ഞോളൂ. എന്തൊക്കെ അങ്ങോട്ട് പറയാനുള്ളത് വെച്ചാൽ എല്ലാം പറയാനുള്ളത്. കാരണം ഇവിടുത്തെ ആ സരസ്വതി സങ്കല്പുണ്ടല്ലോ, അതൊരു ഭയങ്കര അസാധ്യം. കാരണം അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഭാവമാണ് ഇവിടുത്തെ ബിംബത്തിൽ. അനുഗ്രഹിക്കാൻ എന്താ വരാൻ ചോദിക്കാത്തതെന്നുള്ള ഭാവമാണ് എപ്പോഴും. നിങ്ങൾക്ക് അകത്ത് പോയി ആ മുഖം ഒന്ന് നോക്കിയാൽ മതി. അവിടുത്തെ നോക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ്. ഇവിടുന്ന് ധാരാളം വലിയ വലിയ ഉന്നത നിലയിലെത്തിയിട്ടുണ്ടല്ലേ ഇവിടുന്ന് അരിയിലെ കൂട്ടറൊക്കെ പണ്ട് കാലത്ത്. ഏതൊരൊറ്റ ഒന്നുപോലും പെടായി പോയിട്ടില്ല. ഒരൊറ്റ ഒന്നുപോലും അബദ്ധത്തിൽ മാത്രമല്ല, പലപ്പോഴും കൊല്ലൂർ മൂകാംബിയെ ലഭിച്ച് പോരാന്നുള്ള അഭിപ്രായത്തിൽ ഇവിടെ വന്ന് എഴുതിക്കുന്നവരും ഉണ്ട്. അതും കൂടി എനിക്കറിയാം. പിന്നെ ഇതിന്റെ പരിധി കാഞ്ഞങ്ങാട് മുതൽ ഏകദേശം കോഴിക്കോട് വരെ ഇപ്പോൾ ഇതിന്റെ അല്ലേ? അതെ, ഈ ക്ഷേത്രത്തിന്റെ പരിധി. ഇവിടുത്തെ ഉത്സവം ഏത് മാസം വരുന്നത്? ഉത്സവം മീനമാസത്തിലെ പൂരത്തിലാണ് വരുന്നത് അല്ലേ? അതാണ് കൊടിയൂർ ഉത്സവം. നവരാത്രി ആഘോഷം. ഭദ്രക്കാർ ഈ ക്ഷേത്രത്തിൽ ആദ്യം ഈ അമ്പലമാണോ ഉണ്ടായതല്ല, ഞങ്ങളാണോ ഇവിടെ പൂജാരിമാര് സംശയത്തിലുണ്ട്. കാരണം ആദ്യം തന്നെ ഇവിടെ ഉണ്ടായത് ആ ഭദ്രകാളിയുടെ ആ ഒരു പ്രതിഷ്ഠയാണ്. അത് പ്രതിഷ്ഠയില്ലായിട്ട് കേൾക്കുന്നു. വെറും ഒരു പീഠപ്രതിഷ്ഠ മാത്രമേ പണ്ട് കാലത്ത്. അതെ, കടല് ഈ അരയാത്ര വരെ കടലായിരുന്നു അല്ലെ പണ്ട്? അതെ, ആദ്യകാലം. അന്ന് ചെറുക്കക്കൂലത്ത് ഞങ്ങളുടെ ഒരു വയസ്സായ ഒരു ആള്, അയാളുടെ അന്തർജനം അവിടെ കൂലത്ത് ദേവാലയം കഴിച്ച് കൂടിക്കൊണ്ടിരുന്നു. കുറെ അദ്ദേഹം ഒരു കിണ്ടിയിൽ വെള്ളമൊക്കെ ഒരു നടക്കട നീന്തുമായിട്ട് ഇവിടെ വന്ന് എഴുതിയും കഴിച്ച് പോകാമെന്ന് പതിവ്. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. അതിലുള്ള ആൾക്കാർ തുടർച്ചയായിട്ട് പിന്നീടാണ് പരശുരാമ പ്രതിഷ്ഠ ഇവിടെ വരുന്നത്. 108 ദുർഗാലയത്തിൽപ്പെട്ട പരശുരാമ പ്രതിഷ്ഠ ഇവിടെ വന്നു. അതിന് ശേഷം വടക്കേ നട വാതിൽ ഉള്ളിന്ന്
ചെയ്തിട്ടില്ല എന്നുള്ള സംഭവങ്ങളോട് തള്ളിക്കൂടും തുറക്കും. അങ്ങനെ തുറന്ന് ഉള്ളിൽ കിടന്നു വടക്കേ ചെറുപ്പള്ളിയിൽ വലിയൊരു കുഴിയെടുപ്പുണ്ട്. ആ കുഴിയെടുപ്പിൻ്റെ അവിടെ ഒരു പഴം കാണാം, അതെടുത്ത് കഴിച്ചോളൂന്നും പറഞ്ഞു. ഇയാൾ മെല്ലെ വടക്ക് ഭാഗത്ത് പോയി വാതിൽ തള്ളി തുറന്നു, അകത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വടക്കേ ചെറുപ്പള്ളിയിൽ പോയി നോക്കുമ്പോഴേക്ക് അവിടെ ഒരു പഴം ഇരിക്കുന്നുണ്ട്. ആ പഴം ഇയാൾ എടുത്ത് പഠിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ അദ്ദേഹം പിന്നെ വാഗ്ധോരണിയാവും. പിന്നെ അയാൾക്ക് ശ്ലോകങ്ങളും കഥകളും കണ്ടമാനം പറയാൻ പറ്റി അല്ലേ? പറയാൻ തുടങ്ങി. ശ്ലോകം ചൊല്ലാൻ തുടങ്ങി. വള്ളിക്കുന്നത്ത് വാഴും മലർമകൾ ഒരു നാൾ മെല്ലവേ വന്നു കർണവ് ചൊല്ലിത്തന്നാൾ ആ പരമപൊരുൾ അതിൽ പിന്നെ ഞാൻ ധന്യനായി ചൊല്ലേറും പരദേവതേ ഭഗവതി പൊന്നൂഞ്ചലാടും ഇതും പള്ളിക്കുന്നിലമർന്നെഴും തവപദം തോന്നേണമെൻ മാനസ. ആദ്യത്തെ ശ്ലോകം. അങ്ങനെ ശങ്കരകവി അറിയപ്പെട്ട ആളായി മാറി അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. പിന്നെ ഇവിടെ ഈ പള്ളിക്കുന്ന് വരാനുള്ള കാര്യം ശരിക്കും പള്ളിക്കുന്നല്ലല്ലോ, വള്ളിക്കുന്നു അങ്ങനല്ലേ പണ്ടുണ്ടായ? അല്ല, വള്ളിക്കുന്ന് വേറെ എവിടെയുണ്ട് അല്ലേ? ഈ പള്ളിക്കുന്ന് തന്നെയായിരുന്നു പണ്ട് കാലങ്ങളിലെ? ആ, പള്ളിക്കുന്നല്ല, അതെ, പള്ളി കൊള്ളുന്ന കുന്ന് അങ്ങനെയാന്ന് പറഞ്ഞത്. ദേവി പള്ളി കൊള്ളുന്ന കുന്ന്, അതാണ് അതിന്റെ അർത്ഥം അല്ലേ? ഇപ്പം നമ്മളിപ്പം പറഞ്ഞില്ലേ മഹാമുനി കുന്നാണ് ശരിക്കും ഉദയം കുന്നെന്നും പേരുണ്ട്. ഉദയം കുന്ന് അവിടെ മേലെ. അതെ, അതൊന്നുണ്ടാ ഉദയം കുന്നെന്ന്? ഉദയനായിട്ടൊന്നും ബന്ധമുണ്ടോ? ഉദയനല്ല, ഉദിക്കുന്ന കുന്ന്. സൂര്യൻ ഉദിച്ചു വരുന്ന അവിടെ വന്നാൽ സൂര്യൻ ആ ഉദയം കാണാൻ പറ്റും. ആ കുന്നിന് മുകളിൽ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഉദയം കുന്നൊരു പേരും കൂടി. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥകൾ. അല്ല, നമുക്കങ്ങ് പിന്നെ ഇരിക്കൂറ് അതുപോലെ തന്നെയാണല്ലോ മാമാനം കുന്ന് എന്നൊക്കെ പറയുന്നത്. മഹാമുനി കുന്നല്ലേ ശരിക്കും? മഹാമുനി കുന്ന. അതെ, പിന്നീട് ലോപിച്ച് മാമാനം കുന്നായി. അതുപോലെ ഇതങ്ങനെ ആയതാണെന്ന് ചോദിച്ചാൽ അല്ല, പള്ളി കൊള്ളുന്ന കുന്ന്. ഇവിടുത്തെ അമ്മേനെ സങ്കല്പം ചെയ്തിട്ടല്ലേ ആ പേര് വരുന്നത് അല്ലേ? എന്നാൽ ശരി, നമസ്തേ. ഒരിക്കും കൂടി അങ്ങോട്ട് പേര് പറയോ? എൻ്റെ പേര് കൃഷ്ണൻ നമ്പൂതിരി അല്ലേ? എന്നാൽ ശരി. ഇവിടെയാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കുളം. വടക്ക് വശത്താണ്, വായുകോണിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ കുളം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം മത്സ്യങ്ങളെ ആ കുളത്തിൽ കാണാം. കുറേ സമയം ഞാൻ ആ മത്സ്യങ്ങളെ നോക്കി നിന്നു. വളരെയധികം വലിപ്പമുള്ള മത്സ്യം തന്നെയാണ് ആ കുളത്തിൽ ഉള്ളത്. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശമാണ്, വായുകോണിലാണ് ഈ കുളം ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇതുപോലെ മറ്റൊരു കുളം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ കുളം കൽപ്പടികൾ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അതീവ സുന്ദരൻ തന്നെയാണ്. ദയവായി അതിന് സഹാനുഭൂതിയിലുള്ളവർ ഭഗവതിയുടെ മുന്നിൽ പ്രാർത്ഥനയായി നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. ആ കൽപ്പടിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കുളം കാണാൻ ഭംഗിയുണ്ടാകും. അതുമാത്രമല്ല, ആ ദേശത്തും അതിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും. ഈ കെട്ടിക്കൊടുക്കുന്ന ആരായാലും അയാൾക്കും അയാളുടെ കുടുംബത്തിനും അതീവ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുക തന്നെ ചെയ്യും. ഈ കുളമാണ് ഞാൻ പറഞ്ഞ ആ ക്ഷേത്രക്കുളം. നമ്മൾ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് 4 പേർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അവിടെ ചെയ്തു കഴിഞ്ഞാൽ അത് കാണാനുണ്ടാകും. നിങ്ങൾ ഈ ദേഹം വിട്ടുപോയാലും നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഉള്ള ഈ കുളം ഭംഗിയായിരിക്കും, നിങ്ങളെ ഓർക്കുകയും ചെയ്യും. ഇത് ക്ഷേത്രത്തിൻ്റെ അന്നദാനശാലയും അതിനോടൊപ്പം കല്യാണ മണ്ഡപവും കൂടിയാണ്, ഓഡിറ്റോറിയം. ഈ ക്ഷേത്രത്തിലെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. അതീവ സുന്ദരമാണ് പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ കാഴ്ച. അമ്മയെ ആശ്രയിച്ച് ഒരുപാട് മിണ്ടാപ്രാണികളും ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ കാഴ്ച കണ്ടു മടങ്ങുകയാണ്. സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. എന്താ പേര്?
കാട്ടുമാടം ഈശാനം നമ്പൂതിരിപ്പാട്. ഈശാനം. അതെ. കുറച്ചും കൂടി ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശബ്ദത്തിൽ കേൾക്കാൻ വരുന്നു. കാട്ടുമാടം ഈശാനം നമ്പൂതിരിപ്പാട് അല്ലേ? പിന്നെ എവിടെയാ വീട്? പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിന് സമീപം തന്നെ. ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് നമ്മൾ വരേണ്ട വഴി ഏതാണ്? എങ്ങനെയാ വരിക? കണ്ണൂരിൽ നിന്ന് തളിപ്പുറം റൂട്ടിൽ വന്നിട്ട് 4 കിലോമീറ്റർ, കണ്ണൂരിൽ നിന്ന് 4 കിലോമീറ്റർ വന്ന് അവിടെ ഒരു വിമൻസ് കോളേജ് ഉണ്ട്. അതിൻ്റെ അവിടെ ഇറങ്ങി അവിടുന്ന് ഒരു 100 മീറ്റർ 100 മീറ്റർ അത്രയും ഉണ്ടാവും അല്ലേ? അത് നേരെ അവിടെയാണുള്ളത്. ഇനി നമ്മൾ ഈ കാട്ടുമാട് ഇല്ലത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേ വഴി തന്നെയാണ്. ഇതേ വഴിയാണ് അല്ലേ? നമസ്തേ. ജി വിശ്വരക്ഷക എന്ന് പറഞ്ഞ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു ക്ഷേത്രങ്ങളിലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും ഐതിഹ്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്ന ഇവർക്ക് എൻ്റെ നമസ്കാരം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ക്ഷേത്ര കാഴ്ച കണ്ണൂർ ജില്ലയിൽ വർണ്ണശ്ശേരി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കനകത്തൂർ ശ്രീ മഹാകൂർമ്മ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചയാണ് നമുക്ക് ഇനി കാണാനുള്ളത്. ധനുപ്പത്തിന് അവിടെ 3 വെള്ളാട്ടം ഉണ്ടായിരുന്നു. ബാലി, സുഗ്രീവൻ, പിന്നെ വിഷ്ണുമൂർത്തിയും. ഇവർ അവിടെ വെള്ളാട്ടമായി കെട്ടിയാടുന്നത് നാം അവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അധികാരികളുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ അവിടെ പോയത്. അതീവ സുന്ദരമായ ആ കാഴ്ച അടുത്ത വീഡിയോയിൽ വരും. പിന്നെ അതിനുശേഷം കണ്ണൂർ ജില്ലയിലുള്ള പള്ളിക്കുന്ന് ശ്രീ ജലദുർഗാദേവി ക്ഷേത്രത്തിലെ കാഴ്ചയും അതിൻ്റെ പിന്നാലെ തന്നെ വരുന്നതാണ്. ഇവിടുത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഒരിക്കൽ കൂടി മടക്കയാത്ര പറഞ്ഞുകൊണ്ട് വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നമസ്തേ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും അവരുടെ കുടുംബത്തിനും എൻ്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെയും ഉൾപ്പെടുത്തുകയാണ്. ഇനി മുതൽ നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യവും അഭിവൃദ്ധിക്കും വേണ്ടിയും രോഗശമനത്തിന് വേണ്ടിയും ഇനി മുതൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രാർത്ഥനയും പറ്റുമെങ്കിൽ സഹായവും ഞാൻ ചെയ്യുന്നതായിരിക്കും. സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നമസ്തേ.
Oh